ഹലോ, എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഡിന്നറിന് പോയി. അതായത് നമ്മുടെ മൈലിൻ്റെ വകയായിരുന്നു ഡിന്നർ. അതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ അബുദാബിയിൽ നമ്മുടെ ഓഫീസിൻ്റെ അവിടെ നിന്നൊരു 10 മിനിറ്റ് ട്രാവലിങ് വിത്ത് കാറിൽ. വോക്കിങ് നമ്മൾ നോക്കിയില്ല കേട്ടോ. എന്നാലും നല്ല സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ പോയ റിവ്യൂ കാണിക്കാമേ. നമ്മുടെ ഓഫീസിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. നമ്മുടെ മാനേജറും വിത്ത് നമ്മളെല്ലാം കൂടെ പോയത് കേട്ടോ. പുള്ളി അപ്പോൾ എന്താ പറയുക, വരുന്നതും വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ നിന്നതാണ്. ഇത് കാറിൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ഇവിടെ റോഡിൻ്റെ സൈഡ് ഫുള്ള് ചെടികളാണ്. ചെടികളെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇതവർ ചേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണേ. നമ്മുടെ സമ്മർ ടൈമിൽ ഫുള്ള് നമ്മൊരു റെഡും പിങ്ക് വൈറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സായിട്ടുള്ള ചെടികളാണ് ആ ടൈമിൽ. പിന്നെ ഈ വിൻ്റർ ടൈമിൽ അത് അവർ ചേഞ്ച് ചെയ്ത് മാറ്റി വേറെ വെക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് നട്ടാൽ അത് കരിഞ്ഞു പോയാൽ പിന്നെ പോയതല്ലേ. അപ്പോൾ പറഞ്ഞിതാ നമ്മളിങ്ങ് എത്തി കേട്ടോ, റെസ്റ്റോറൻറ്റ് എത്തി. ഇതാണ് ആ ചൈനീസ് റെസ്റ്റോറൻറ്റ്, ചൈനീസ് പാലസ് എന്നാണ് റെസ്റ്റോറൻറ്റ് പേര് വരുന്നത്. ഇതവരുടെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇതാണ് എൻട്രൻസ്. നമ്മൾ എന്ത് എഴുതി വെച്ചേക്കുന്നത് നമുക്കറിയത്തില്ല കേട്ടോ. സിറ്റിംഗ് എന്നാണ് തോന്നുന്നു കേട്ടോ. സിറ്റിംഗ് ഈസ് അവൈലബിൾ എന്നാണ് തോന്നുന്നു. കയറി ചെന്നതാണ്, നമ്മളങ്ങോട്ട് കയറി ചെല്ലുവാണ്. നമുക്കവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് ആണോ എന്ന് അറിയത്തില്ലല്ലോ ഫസ്റ്റിൽ. അതാണ് ഒരു ടെൻഷന്. ഞങ്ങളെല്ലാം ഇരുന്നു. ഇതാണ് മെനു കേട്ടോ. അവരുടെ മെയിൻ മെനു ആണ്. ഇതിലെ സാധനങ്ങൾ കണ്ടാൽ നമ്മൾക്ക് കൊതി വരും. പിന്നെ എന്ത് കഴിച്ചത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അവരുടെ മെനു ഇതാണ്. മെനു എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. പക്ഷെ മെനുവിലൊക്കെ കണ്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ നമ്മൾ ഇതല്ല കേട്ടോ, ഈ മെനുവിൽ കാണുന്ന അതേ ഡെക്കറേഷനും കാര്യങ്ങളിൽ തന്നെയാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. അതിലൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ മെനു എല്ലാം ഞങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ഫുഡിനെ പറ്റി ഒരു വലിയ പരിചയമില്ലാത്ത കാരണം ഞാൻ പറഞ്ഞു അവൾ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റാർ. ഇവർ രണ്ടുപേരുമായിരുന്നു നമ്മുടെ അതിഥികൾ, മെയിൻ അതിഥികൾ കേട്ടോ. പൊളിയായിരുന്നു രണ്ടുപേരും കൂടെ. ഇത് അവരുടെ സ്റ്റാർട്ടറാണ് കേട്ടോ. ഈ സ്റ്റാർട്ടർ അവരുടെ ഒരു ചൈനീസ് ടീയും ഒരു പപ്പടത്തിൻ്റെ ഒരു ഇതാണ്, സ്നാക്സാണ് സ്റ്റാർട്ടറായിട്ട്. പിന്നെ മൈലിന് നമ്മുടെ മാനേജർ അൻവറേട്ടനുണ്ട്. അൻവറേട്ടൻ്റെ മക്കളാണ് അത് രണ്ടുപേരും കേട്ടോ. പുള്ളി ഓർഡർ എടുക്കാൻ വന്നാണ്. ഓർഡർ എടുത്തിട്ട് പുള്ളി പോയി. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ആയുധം. ആ സെൻറ്ററിൽ ഇരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ചോപ്സ്റ്റിക്ക്. ഇത് വെച്ചിട്ട് എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നോക്കാം എന്തായാലും. എല്ലാം നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അവനവിടെ സ്റ്റാർട്ട് ചെയ്തു. പൊളി അവനാൾ കേട്ടോ. മലയാളം അവർക്ക് അത്ര ഫ്ലുവൻ്റായിട്ട് അറിയത്തില്ല, എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും അവരുമായിട്ട്. അപ്പോൾ ഇതാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. സൂപ്പർ ഫ്രൈഡ് റൈസ്. ചിക്കൻ ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മുസമ്പി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഓറഞ്ചിന് ഇട്ടിരിക്കുന്നത്, അതും കൂടി ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ. അത് ക്രിസ്പ്നെസ്സും ഉണ്ട് ചിക്കൻ കേട്ടോ. സൂപ്പറായിരുന്നു. അതിൽ ഓർഡർ ചെയ്തതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ആ ഫ്രൈഡ് റൈസും ആ ചിക്കനുമായിരുന്നു കേട്ടോ. പറയാൻ വയ്യ, അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ സാധനം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട്. ദൈവമേ, ആദ്യമായിട്ടാണ്. കുളവാകാതിരുന്നാൽ മതിയായിരുന്നു. ഒരു വിധത്തിൽ ഞാനത് എടുക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ ചേട്ടൻ അൻവറേട്ടൻ അവിടെ നിന്ന് എന്തോ കമൻറ്റ് ചെയ്യുന്നുണ്ട്. രേഷ്മ എന്താ ഇപ്പോഴാണ് ഉപദേശമില്ലയോ അങ്ങനെ എന്തോ ആണ്, ജസ്റ്റ് എന്തോ പുള്ളി പറഞ്ഞു അവിടെ സാറോടൊന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അവസാനം ഞാൻ കടന്നു. ഇത് അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ചിക്കനാണ് കേട്ടോ. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അധികം ട്രൈ ചെയ്തില്ല. പിന്നെ ഇത് അതിനകത്തെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ആയിരുന്നു. ഓൾമോസ്റ്റ് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഈഗിളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത് അവരുടെയൊക്കെ എന്തൊക്കെയോ എനിക്ക് വന്ന് അവരുടെ അമ്പലത്തിൽ ഇത് ഞങ്ങൾ പറഞ്ഞ അവരുടെ രാജാവാണ് കേട്ടോ. അതിനിപ്പുറത്തെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, ഇവരുടെ ഒരു ലേഡിയുടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പിക്ചർ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതവരുടെ എൻട്രൻസിലുള്ള ഒരു വെൽക്കം ഇതാണ്. ഞങ്ങളപ്പോൾ പോവാണ്. ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ, ബൈ. മൈലിനപ്പം ഇറങ്ങാൻ നേരത്തെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു വന്ന് ഞങ്ങൾ 3-4 പേരുടെ ഫോട്ടോ എടുത്തു. അവരപ്പയും മോനും പോയി കേട്ടോ. പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. എന്താ പറയുക, മൈലിന് ഇറ്റ്സ് എ വണ്ടർഫുൾ ഫ്രണ്ട്. അവളൊരു പ്രത്യേക തരം ഒരാളാണ് കേട്ടോ. ചില ടൈമിൽ ദേഷ്യം വരുമെങ്കിലും ആൾ പൊളിയ സാധനം. ആൾക്കാർക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആണെങ്കിലും എല്ലാം ഓക്കെ ആൾ. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവളിപ്പോഴും. ഓക്കെ, എനിവേ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോവാം കേട്ടോ.
പോകുന്ന വഴിയിലത്തെ ചെറിയ ചെറിയ കാഴ്ചകളാണിത്. ഇതിൻ്റെ സുസുക്കിയുടെ ഷോറൂമാണ്. അതിനകം ഫുള്ള് വണ്ടിയാട്ടോ, സുസുക്കിയുടെ വണ്ടിയാണ് ഫുള്ള് കിടക്കുന്നത് അതിനകം. എത്ര വണ്ടി ഉണ്ടെന്ന് അറിയാമോ ഷോറൂമിനകത്ത്. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ മൈലിംഗ് ഫോർ ദ ഡിന്നർ. എന്താ പറയുക, സ്പെഷ്യൽ ഡിന്നർ ഇടയ്ക്കൊക്കെ തരുന്ന കേട്ടോ, ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദെൻ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.